ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന ഓടക്കാലി പള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് പക്ഷം പള്ളിക്ക് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഉത്തരവ് നടപ്പാക്കാതെ പിൻവാങ്ങില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് പക്ഷം. കോടതി വിധി നടപ്പാക്കാത്തതിൽ ഗൂഢാലോചനയുണ്ടെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ സജി അമയിൽ പറഞ്ഞു. നീതിയിലും ന്യായത്തിലും പൂർണ്ണ വിശ്വാസമുള്ള ആളുകൾ തന്നെ തിരിച്ചു പോവുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയാണ്. ഈ പള്ളി ഞങ്ങൾക്ക് അത് ലഭിക്കുക എന്നുള്ളതാണ്. അതിവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാടകം കളിക്കുന്ന പോലെ ഞാൻ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമായിട്ടാണ് എല്ലാ പള്ളികളിലും കോടതിയുടെ മുമ്പിൽ അവരെ കബളിക്കുക സ്ക്രിപ്റ്റ് മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, പള്ളിക്ക് മുൻപിൽ സത്യാഗ്രഹം പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന നിരവധിയായിട്ടുള്ള പള്ളികളുണ്ട്. അതിൽ ഒന്നാണ് ഈ ഓടക്കാലി പള്ളി. അവിടെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഓർത്തഡോക്സ് പക്ഷം പള്ളിക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഉത്തരവ് നടപ്പാക്കാതെ തങ്ങൾ പിൻവാങ്ങില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഓർത്തഡോക്സ് പക്ഷം നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടവർ ആരംഭിച്ചിട്ടുള്ള ഈ സമരം ഇപ്പോഴും തുടരുന്ന സാഹചര്യം കൂടിയാണ്. അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്ത, ഒപ്പം തന്നെ അൽമായ ട്രസ്റ്റി, വൈദിക ട്രസ്റ്റി തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. ഒപ്പം ഇവിടെ പുറത്ത് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ പള്ളിയുടെ ഉള്ളിൽ, പള്ളിയുടെ ഗേറ്റ് പൂട്ടി യാക്കോബായ വിശ്വാസികൾ ശക്തമായിട്ടുള്ള ഉപരോധം ഇവിടെ തുടരുന്നുമുണ്ട്. അതേസമയം ഇവിടെ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഈ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മറ്റ് പള്ളികളിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മഴുവന്നൂർ പള്ളിയും ഇതിന് സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഓടക്കാലി, മഴുവന്നൂർ, ചെറുകുന്നം അടക്കം 6 പള്ളികളിലാണ് ഇത്തരത്തിൽ ഈ ഉത്തരവ് നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് 2023 ഫെബ്രുവരിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അത് പ്രകാരം ഇപ്പോൾ ഈ മഴുവന്നൂർ പള്ളി ഇന്ന് രാവിലെ ഓർത്തഡോക്സ് എത്തിയെങ്കിലും യാക്കോബായ വിഭാഗം വലിയ രീതിയിലുള്ള എതിർപ്പ് അവിടെ സൃഷ്ടിച്ചു. ഒപ്പം തന്നെ അവർ മടങ്ങിപ്പോരുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഓടക്കാലി പള്ളിയിലും ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. എന്തായാലും ഈ കേസ്, ഇതുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണമെന്ന കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. നാളെ ഈ കേസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെയാണ് ഓർത്തഡോക്സ് പക്ഷം മുന്നോട്ട് പോകുന്നത്. ഈ കോടതി വിധി നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യമായി അവർ ഉന്നയിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന ഈ സത്യാഗ്രഹ സമരത്തിലൂടെ അവർ ഉറച്ചു പറയുകയും ചെയ്യുന്നു. ശരി, വ്യക്തമാണ് എബി. സംസ്ഥാന നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കും. ജൂലൈ 11 സമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനം. കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. നേരത്തെ ജൂലൈ 25 വരെ സഭ സമ്മേളിക്കാനായിരുന്നു തീരുമാനം. നടപടിക്രമങ്ങൾ ജൂലൈ 11 തന്നെ തീരുമെന്ന